ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ഇൽമു കൂടും എന്നാണ്. നമുക്കറിയാത്തൊരു സംഗതി, നമുക്ക് പഠിച്ചതൊക്കെ മറന്നു പോകാൻ പാപങ്ങൾ കാരണമാകും എന്നാണ്. നമ്മൾ പഠിച്ച ഇൽമു മറന്നു പോവുക, പഠിച്ച ഖുർആൻ മറക്കുക, പഠിച്ച ഹദീസ് മറക്കുക, പഠിച്ച ഇസ്ലാമികമായ നിയമങ്ങൾ മറക്കുക, അങ്ങനെ നല്ലതൊക്കെ മറക്കുക. അത് പാപങ്ങൾ കാരണത്താലാണ് മറന്നു പോവുക. പാപങ്ങളും ഇൽമും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കൂലെന്നാണ്. അതുകൊണ്ട് വേഗത്തിൽ ആ പാപങ്ങൾ അവിടുന്ന് ഒഴിവാക്കണം തൗബയിലൂടെയാണ്. മഹാനായ ശാഫിഈ ഇമാം, അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു ഇമാം വക്കീഅ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം വക്കീഅ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗൽഭനായ ഉസ്താദാണ്, ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ഷാഫി ഇമാം എന്ന ശിഷ്യൻ തന്നെ അതിനേക്കാൾ പ്രഗൽഭനാണ്. ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ച് ജീവിച്ച, ചെറുപ്പം മുതലേ അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് തന്നെ തോന്നിപ്പോയി എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടോ. ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ദീവാനിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കവിതകൾ സമാഹാരമാണ് ദീവാനുൽ ഇമാം ശാഫിഈ. അതിലുള്ള വരികളിൽ നമുക്ക് കാണാം, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅലമനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അദ്ദേഹം പറയുന്നു, ഉസ്താദായ വക്കീഇനോട് ഞാൻ പോയിട്ട് പരാതി പറഞ്ഞു, ഉസ്താദേ പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല, ഹിഫ്ളാണ് എനിക്ക്, ഹിഫ്ള് പഠിച്ചാലും അതങ്ങോട്ട് നിൽക്കുന്നില്ല, എന്താണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉസ്താദിനോട് ശിഷ്യൻ പോയിട്ട് ചോദിക്കുകയാണ്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി. മോനെ ശാഫിഈ, നീ തെറ്റിയരുത്. എന്നോട് നിർദ്ദേശം തരുന്നത് എന്താ എനിക്ക് ഗൈഡൻസ് തന്നത്? തർക്കുൽ മആസി, പാപങ്ങളൊന്നും ചെയ്യരുത് എൻ്റെ മോൻ. പാപം ചെയ്യുന്നത് ഇതിന് വളരെ കേടാണ്. ജീവിതത്തിൽ പാപം വന്നുപോയ പഠിച്ചതൊക്കെയാണ് മറക്കും. അതുകൊണ്ട് അത് വരാതെ നോക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. മാത്രമല്ല വഅലമനി, എന്നോട് പ്രത്യേകം അറിയിച്ചു തന്നു, ബി അന്നൽ ഇൽമ നൂറുൻ. ഓനെ ശാഫിഈ, ഇൽമ് എന്ന് പറയുന്നത്, അൽ ഇൽമ് ശർഈയായ ഇൽമിന്റെ പ്രത്യേകത, അള്ളാഹിന്റെ ഖുർആനും ഹദീസും അടങ്ങുന്ന ഇൽമ്, അതാണ് അൽ ഇൽമ്. മതപരമായ അറിവിനൊരു പ്രത്യേകതയുണ്ട്, അത് നൂറാണ്, പ്രകാശമാണത്. അതെന്താണ്? പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. അള്ളാന്റെ ആ പ്രകാശം ഒരു തെമ്മാടിക്ക് കൊടുക്കൂല. അപ്പൊ തെമ്മാടിത്തം, തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ് കൂടുതൽ കൂടുതൽ ഇൽമ് കിട്ടാൻ വേണ്ടത്. ഇതേ കാര്യം വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഫത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. ഫത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കും, തഖ്വയുള്ളവരാകിൻ, നാ അള്ളാഹ് നിങ്ങൾക്ക് കൂടുതൽ പഠിപ്പിച്ചു തരുന്നു. ഫത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോ മഹാന്മാരായ പല പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ വലിയ പണ്ഡിതന്മാര് അന്ന് പല കാലങ്ങളുടെയൊക്കെ ചരിത്രങ്ങളിൽ, തർജമകളിൽ നമുക്ക് ഇപ്രകാരമൊക്കെ വായിക്കാൻ സാധിക്കും. അവരോടൊക്കെ ചില മസ്അലകളെ സംബന്ധിച്ച് ആരെങ്കിലും വന്നിട്ട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു കുറേ നേരം അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു. ഉത്തരം പറയുന്നതിന് മുമ്പ് കുറേ നേരം എന്തു പറയും? അസ്തഗ്ഫിറുല്ലാഹ്. എന്തിനാണ്? ആ ഉത്തരം ശരിക്കും വരാൻ, ഹൃദയത്തിലേക്ക് ആ വെളിച്ചം കൊണ്ട് വരാൻ. ഉത്തരം പറയുന്നതിൻ്റെ മുന്നോടിയായി അവർ ഇസ്തിഗ്ഫാറിന് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ചിലരുടെയൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ഇൽമു വർദ്ധിക്കും. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് സന്താനങ്ങളില്ലാത്തവർക്ക്, അതുപോലെ തന്നെ കാർഷികമായ നഷ്ടങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ ശാരീരികമായി അനാരോഗ്യം ബാധിച്ചവർക്ക്, ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഒരിക്കൽ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പരാതി പറയുന്നു. ഒരാൾ പറഞ്ഞു, എനിക്ക് മക്കളില്ല. വേറൊരാൾ പറഞ്ഞു, എനിക്ക് ആരോഗ്യമില്ല. വേറൊരാൾ പറഞ്ഞു, കൃഷിനാശവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, ക്ഷാമുണ്ട്. അങ്ങനെ ഒരു 3-4 ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ എല്ലാരോടും ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നത് ഒരൊറ്റ മൂല്യാണ്. എന്താ? അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളിന്ന്. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളാനാ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തെളിവ് ഓതിയത് സൂറത്തു നൂഹിലെ ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച ആയത്താണ്. ആ ആയത്തിൽ എന്താ പറയുന്നത്?
ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. ഈ കംപ്ലൈന്റോട് വന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇതേ കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ നല്ലോണം വർദ്ധിപ്പിക്കണം. കിട്ടുന്ന ചാൻസുകൾ, നിസ്കാരത്തിൻ്റെ പിറകെ അസ്തഗ്ഫിറുള്ള 3 തവണ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമേ ഏതെല്ലാം അവസരങ്ങളിൽ നമുക്ക് ഇസ്തിഗ്ഫാർ നിസ്കാരത്തിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഘട്ടങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാറിനുള്ള അവസരങ്ങളുണ്ടോ അതൊക്കെ കണിശമായി അതേ നേരത്ത് തന്നെ കൃത്യമായി നിർവഹിക്കുന്നതിൻ്റെ കൂടെ ഡെയിലി ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്തൊക്കെ ഇസ്തിഗ്ഫാറിൻ്റെ പദങ്ങളുണ്ടോ ഒക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ നമുക്ക് വളരെ പ്രധാനമാണ്. പകൽ സമയത്ത് 1 തവണയെങ്കിലും രാത്രി 1 തവണയെങ്കിലും ഞാൻ ആവർത്തിക്കേണ്ടതില്ല ഒക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ മോമിനീങ്ങൾക്ക് ഉപകാരം കിട്ടുമെന്ന നിലക്കാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലെങ്കിലും പറഞ്ഞാൽ രാത്രിയാകുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗ്ഗക്കാരനാണ്. രാത്രി അത് പറഞ്ഞാൽ പ്രഭാതമാകുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടാൽ അവനും ആരാണെന്നാ പറഞ്ഞത്? സ്വർഗ്ഗക്കാരനാണ്. അത് ഏതാ പ്രാർത്ഥന? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മറന്നു പോകരുത്. അത് പിന്നെ ഓർത്തെടുത്ത് ചെല്ലണം. നമ്മൾ ഒരു നല്ലൊരു ദൃഢനിശ്ചയം നമുക്കതിന് വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്വന്തത്തോടെന്ന പോലെ പറയണം. ആദ്യം അതാണ് കഴിച്ചിരിക്കണം, പിന്നെ ചിലപ്പോൾ മറന്നുപോകും. ഒരു പകൽ അത് ആദ്യം അത് മനസ്സറിഞ്ഞു പറയണമെന്നാണ് വിധങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ഇത് പറഞ്ഞാൽ മൂഖിനൻ ബിഹാനാണ്, പ്രത്യേകം കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് നമ്മളെ മനസ്സിൽ തട്ടാതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ ദൃഢമായി അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചാണ് പറഞ്ഞാൽ എന്തായാലും 24 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്താണ് ഞാനും നിങ്ങളൊക്കെ മരിക്കുക. ഇനി യാതൊരു സംശയമല്ല. അള്ളാഹു നമ്മളെ ഈമാനോടെ മരിപ്പിക്കട്ടെ. അങ്ങനെ ഒരു സമയത്ത് മരിക്കും, പകല് മരിക്കും അല്ലെങ്കിൽ രാത്രി മരിക്കും, അതിനൊരു സംശയമല്ല. ഏത് സമയത്ത് മരിച്ചാലും ഫഹുവ മിൻ അഹ്ലിൽ ജന്ന എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറയാണ്. അതിനുള്ള കാരണവും നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അത് ചെയ്തോളിന്ന്. പിന്നെ എങ്ങനെ നമ്മളത് മറക്കുക? അപ്പം അതിങ്ങി മറക്കരുത്, ഒരിക്കലും മറക്കരുത്. പകല് ആ സമയത്ത് അതാണ് ഓർമ്മ, പെട്ടെന്ന് അതങ്ങ് ചെയ്തു തീർക്കുക. രാത്രിയാകുമ്പോൾ ആ മഗ്‌രിബാണ് ആയ ഉടനെ തന്നെ രാത്രിയാണ് തുടങ്ങില്ല, അപ്പം തന്നെ അതാദ്യമാണ് ചൊല്ലുക. പിന്നെ അത് മറക്കരുത്. സുബൈ അന്നത്തെ പകലായി അതാദ്യമാണ് ചൊല്ലുക, മറക്കരുത്. അങ്ങനെ മരണം വരെ നമുക്ക് ഓർമ്മയുള്ള ഒരു ദിവസവും ഓർമ്മ ജീവിതത്തിൽ ഉള്ളയിടത്തോളം അത് പറയാതെ പോകരുത്. ഇൻഷാ അല്ലാഹ് ഫഹുവ മിൻ അഹ്ലിൽ ജന്ന എന്ന് പറഞ്ഞിടത്തേക്ക് റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് കിട്ടിയേക്കും. അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ് നമ്മുടെ പ്രതീക്ഷ.